السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. എന്തെല്ലാവരും വിശേഷം? റാഹത്ത് തന്നെയല്ലേ? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഓൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നമ്മുടെ അവസാന ശ്വാസം വരെ ഒരുപാട് സ്വലാത്തുകൾ, ഒരുപാട് സ്വലാമുകൾ, ഒരുപാട് മദ്ഹുകൾ, ഒരുപാട് അഷ്കിൻ്റെ വരികൾ, ഒരുപാട് മൗലിദുകളൊക്കെ പാടാനും പറയാനും കേൾക്കാനും അത് ആസ്വദിക്കാനും അതിലൂടെ ഓൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അലിയാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സ്വലാത്താണ്. നമുക്കറിയാം, പുണ്യ റബീഇലേക്കുള്ള ആ ദൂരം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. പുണ്യ വസന്തം നമ്മിലേക്ക് സമാഗതമായിക്കൊണ്ടിരിക്കുകയാണല്ലേ. ആ ഒരു വസന്തത്തിന് വേണ്ടിയിട്ട് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിലാദത്തിന് സാക്ഷ്യം വഹിച്ച ആ ഒരു ദിനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ആ തങ്ങൾക്ക് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന ഹദിയകൾ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. സ്വലാത്തായിട്ടും സലാമായിട്ടും മൗലിദായിട്ടും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അവിടുത്തെ യഥാർത്ഥ ആശിക്കീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അവിടുത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നൽകട്ടെ. ഓരോ സെക്കൻഡും അള്ളാഹു അവിടുത്തെ ഓർമ്മകളിൽ ജീവിക്കാനുള്ള ഭാഗ്യം പടച്ചു നൽകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എന്താണെങ്കിലും കൂടുതൽ നീട്ടിപ്പരത്തി പറയല്ല, ഒരുപാട് വ്യത്യസ്ത സ്വലാത്തുകളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാലേ. ഒരുപാട് 12,000-ലുപരി വ്യത്യസ്ത സ്വലാത്തുകൾ മഹാന്മാരുണ്ട് എന്ന് പറയുന്നുണ്ട്. അല്ലാഹു അലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സ്വലാത്തുകളൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ചൊല്ലാനുള്ള ഭാഗ്യം ഉണ്ടായാൽ ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്താണെങ്കിലും അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പുണ്യമാസത്തിലെങ്കിലും നമുക്കൊന്ന് കാണണ്ടേ. അവിടുത്തെ മാസമായ, അവിടുത്തെ ദിവസം ഉൾക്കൊള്ളുന്ന മാസമായ ഈ പുണ്യമാസത്തിലെങ്കിലും ഒരു പ്രാവശ്യം നമുക്ക് കാണാനുള്ള ഭാഗ്യം പടച്ചോ നൽകട്ടെ. അതിന് സഹായിക്കുന്നത് കൂടിയായിട്ടുള്ളൊരു സ്വലാത്താണ് ഈ പറയാൻ പോകുന്നത്. സ്വലാത്ത് വളരെ ചെറുതാണ്, വളരെ സ്മോളാണ്, പക്ഷെ ഫലങ്ങളോ വളരെ വലുതാണ്. ഏതാ സ്വലാത്ത് അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം. നമുക്ക് പരിചയമുള്ള കേട്ടിട്ടുള്ള ഒരു സ്വലാത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം. ഈ സ്വലാത്തിനെ ആരെങ്കിലും 12,000 പ്രാവശ്യം ചൊല്ലിയാൽ അവർ അള്ളാൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമെന്ന് മഹാനായ ഷെയ്ഖ് ഹസൻ ഷദ്ദാദ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. വെറും 12,000 പ്രാവശ്യം. ഇത് 12,000 ചൊല്ലാൻ ചുരുങ്ങിയ സമയം മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 12,000 പ്രാവശ്യം ചൊല്ലാൻ പറ്റും എന്നുള്ളതാണ്. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇതിലൂടെയൊക്കെ അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം, സ്നേഹം, ഇഷ്ക്, ഹുബ്ബ് പടച്ചോ നമുക്ക് 88 നൽകട്ടെ. ആമീൻ. അവിടുത്തെ യഥാർത്ഥ ആശിക്യങ്ങളിൽ പടച്ചോ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. എന്താണെങ്കിലും ഇതുപോലെയുള്ള വ്യത്യസ്ത സ്വലാത്തുകളുമായിട്ട് ഫലങ്ങളും ഗുണങ്ങളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.